അല്ലടാ, എന്താ ഇത്? എനിക്കറിയില്ല. അതിൽ തന്ന് എന്തോ വായിക്കാൻ പറഞ്ഞു. എനിക്കിതൊന്നും അറിയില്ലല്ലോ. എന്താടാ, എങ്ങനെയുണ്ട്? ഇപ്പോഴും തലക്കുനിയിലല്ലേ? നോക്ക്, അങ്ങനെ തന്നെ നോക്ക്. ഞാൻ പ്രവചിച്ചെല്ലാം കള്ളവാണെന്ന് നാടകം പറഞ്ഞില്ലേ? എന്നിട്ട് നിനക്ക് എന്താ ചെയ്യാൻ പറ്റിയത്? അവസാനം ഒരു ഭ്രാന്തനെ പോലെ. എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം നിന്റെ അച്ഛൻ എന്റെ മുന്നേ വന്ന് നിന്നെ പഠിപ്പിക്കുന്നു പറയാൻ? ഇപ്പൊ കണ്ടില്ലേ, നിന്നെ പോലുള്ള അടിമകൾ ഒരിക്കലും പഠിക്കാൻ പിരിയാത്ത വിധം ഞാൻ ചെയ്തു വെച്ചത്. ഞങ്ങളുടെ ജീവിതം നീ നശിപ്പിച്ചു. ഇനി നിന്നെ ഞാൻ ജയിക്കാൻ അനുവദിക്കില്ല. ഞാനും ശബ്ദം ഉയർത്തിയാ സംസാരിക്കുന്നേ. കേട്ടോ? എടോ വിടറോ, വിടാൻ വേണ്ട, അവനെ വിട്. ഈ നാട്ടില് നിന്നെ തല്ലിയിട്ട കുടിക്കാൻ പോലും വെള്ളം തരാൻ ഒരുത്തിനുമില്ല. അപ്പോഴാണോ നീ ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവരാൻ നോക്കണേ? കൊണ്ടുപോടാ, കൊണ്ടുപോ, കൊണ്ടുപോ, കൊണ്ടുപോടാ. അതൊന്നും എനിക്ക് കാണണം. അവനെ വിട്ടേക്ക്. എന്നെ പള്ളിക്കൂടത്തിലോട്ട് വിട്, എനിക്ക് പഠിക്കണം. ഈ നാട്ടിൽ പഠിച്ചിട്ട് നീ എന്താണ് ചെയ്യാൻ പോണേ? എന്താണ് ഇതൊക്കെ? നീ എന്താണ് സാധിക്കാൻ പോകുന്നത്? ഈ പ്രശ്നമൊന്നും നമുക്ക് വേണ്ടടാ. യജമാനന്റെ തലയടിച്ചു പൊട്ടിച്ചാലും ഒരു കാര്യം നല്ലതായിട്ട് മനസ്സിലാക്കി തന്ന നാട്ടുകാരും തന്നെ ഞാൻ പറയുന്ന കേൾക്കില്ല എന്ന്. അതുകൊണ്ടാ ആ നിമിഷം തന്നെ ഞാൻ തീരുമാനമെടുത്ത് പഠിത്തം എന്ന് ആരംഭിച്ചാൽ അതെന്റെ വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കണമെന്ന്. മിണ്ടാണ്ടിരുന്നോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ വീട്ടിലേക്ക് അയച്ചു വിടും. ചേട്ടാ, ഒന്ന് നിർത്ത് ചേട്ടാ. ആരോ അവിടെ വീണ് കിടക്കുന്നു, കണ്ടോ? അയ്യോ, നന്നായി മുറിഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നേ. എന്തു വെച്ചാളിയാ? അതാ യജമാൻ അവനിട്ട് പണി കൊടുത്തിട്ട് പോയതാ. ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മോളെ, നീ എന്തിനാ വെറുതെ ആ സാരിയിട്ട് കീറുന്നേ? എന്തിനാ അവൻ കള്ളം പറയുകയാണെന്ന് നീ എല്ലാരോടും പറയുന്നേ? ഈ നാട്ടിലുള്ളവർ ആരും വിശ്വസിക്കില്ല. അയ്യോ ചേട്ടാ, 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 വെള്ളം തരൂ, വേഗം തരൂ. ഇതാ, ഇതാ കുടിക്കേ. അവന് വെള്ളം കൊടുത്തതൊക്കെ മതി. നീ ഒന്ന് വരാൻ നോക്കിയേ. വാ, പെട്ടെന്ന് വാ. എനിക്കറിയാം കള്ളം പറയുവാണ്. വേഗം നീ വാ. പറഞ്ഞതാണ് സത്യമെന്നും. നോക്കി സൂക്ഷിച്ച്. ചേട്ടാ നിക്ക്, ഞാൻ വരുന്നു. വേഗം കേറിയിരിക്കെ. എന്നും ഉണ്ട് ഓരോരോ കാര്യങ്ങളായിട്ട് വരും. നിന്നെ പറഞ്ഞൊരു കാര്യമല്ലേ, ബാക്കി എന്നെ പറയണം. എവിടുന്ന് വന്നെന്നോ എങ്ങനെ വന്നെന്നോ അറിയില്ല. എനിക്ക് നിന്നെ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞ് ആരായിരിക്കും അത്? ശരി, വരാം. അങ്ങനെയൊക്കെ സംഭവിച്ചടി. ആ, നിന്റെ ചേട്ടൻ നിന്നെ വഴക്ക് പറയുന്നതിൽ ഒരു തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും സാരി എങ്ങനെ കീറി വിൽക്കോ? എന്താടി, നിങ്ങൾ എനിക്ക് വേണ്ടി സംസാരിക്കാതെ എന്റെ ചേട്ടന് വേണ്ടി സംസാരിക്കുന്നു? നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ നീ ചെയ്തതൊന്നും എല്ലാം ശരി തന്നെ. അവൻ അങ്ങനെ ആരോ ഒന്നും അല്ല. പിന്നെ എടാ, ആ വടി തന്നിട്ട് ഓടാ. ഇത് പിടിച്ചേ. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ വരുന്നുണ്ടോ ഇല്ലെങ്കിൽ അവന്റെ കൂടെ ആടുമേക്കാൻ പോവാണോ? ഒന്ന് നിക്കടി. ഒന്ന് വേഗം അല്ല, അവൻ പറയുന്നൊക്കെ കളാവുന്ന നിനക്ക് എങ്ങനെ അറിയാം? ഇപ്പൊ അത് ചോദിക്കാൻ വേണ്ടിയാണോ വന്നത്? മതി, വാ. മതി, നിങ്ങളൊന്ന് നിർത്ത്. മോളെ, ഇതും കൂടെ ഒന്ന് വെട്ടിത്തന്നേ. നിന്റെ അടുത്താ പറഞ്ഞേ, വേഗം വെട്ടിത്താ. ചേട്ടനേലുണ്ട്, പോ. അവനെവിടെയാ?
മോളെ ഇവൾക്കിത് എന്താ അതിന് പറ്റി? അവളുടെ മനസ്സൊന്നും ഇവിടെയല്ല, വേറെ എവിടെയാണ്. എന്നുവെച്ചാ നിങ്ങൾ എന്തായി പറഞ്ഞു? അതൊന്നുമില്ല ചേട്ടാ, ആടിനെ എങ്ങനെയാ മേയ്ക്കാന്ന് അവളിപ്പോ ആലോചിക്കുന്നത്, വേറെ ഒന്നുമില്ല. ആ വേണ്ടാത്ത കൊല്ലാപ്പിപ്പ് തലയിടും. ചേട്ടാ, എന്നോടുള്ള ദേഷ്യം എന്തിനാ അതിനോട് കാണിക്കുന്നത്? ചെല ചെല ഇന്നാ, ഞാൻ നോക്കിക്കോളാം. മാറാൻ വിടാൻ. താടി നിക്ക് മോളെ, ഒന്ന് താ. പിടിക്കോളെ, പിടിക്ക. പിടി പിടി. ഞാൻ പറഞ്ഞില്ലടാ ഇവന് പൈസ എടുക്കും മോനെ. എടാ, ഇതിൽ എന്നെ തോൽപ്പിക്കാൻ ആരുണ്ടാ? എടുക്കെ പോടാ. അവനൊന്നും വരാൻ പോകുന്നില്ലടാ. യജമാനന്റെ വീട്ടിൽ പോയി കുമ്പിട്ട് നിൽക്കുന്നുണ്ടാവും. യജമാൻ എന്താടാ യജമാൻ? അയാളുടെ വീട്ടിൽ പണിയെടുക്കുന്ന പറഞ്ഞ് കുമ്പിട്ട് നിക്കണം. നീ ഇങ്ങനെയാണെങ്കിലേ നോക്ക്, അവനെ പോലെ ഭ്രാന്തനെന്ന് എല്ലാവരും വിളിക്കൂടാ നിന്നെ. ഭ്രാന്തൻ. ഓ എടാ, നീ ആരെ നോക്കിയാ ഭ്രാന്തെന്ന് വിളിച്ചേ? എടാ, രണ്ടെണ്ണം കൂടെ പറയടാ. നാണല്ലേടാ നിങ്ങക്ക്? എന്റെ ഏട്ടന് കുടിച്ചൂടാന്ന് അറിഞ്ഞിട്ടും ദിവസവും അവനെ കുടിപ്പിക്കാ നിങ്ങള്. കുടിപ്പിച്ചതിനല്ലടി, നിനക്ക് വേണ്ടിയാ. എന്നെ കേട്ടാ ഏട്ടാ, കൈ എടുക്കടാ. എടാ നിന്ന്. എഴുന്നേക്കേട്ടാ. നീ അവനെ ശരിക്കൊന്ന് ഒന്ന് നോക്കിക്കേ. എഴുന്നേക്ക്. അവനെങ്ങാനും ഞാൻ നിന്നെ പറയുന്നത് അടിയടിച്ചാലേ കേക്ക്. നീ എന്നെ എഴുന്നേക്ക്, പോലെ വാ, ആവും. വീട്ടിലേക്ക് മര്യാദയോടെ പോ. തന്നെ ഇരിക്കും. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ? എന്നെ കിട്ടിക്കോ, അവസാനം വരെ നിന്നെ എന്നെ കൂടെ വെച്ചോളാം. എഴുകടാ. ഏട്ടാ, ഒന്ന് എഴുന്നേക്ക്. എടാ, നീ അങ്ങോട്ട് പോന്നെ. എടാ, നിക്കടാ. കിടക്കണമെന്ന് കണ്ടില്ലേ? എടാ മോനെ, കാശ് കൊടുത്തിട്ട് പോടാ. ആരോട് പറയാനാ? നോക്കി. നിനക്കെങ്ങനെ അറിയാം അയാളെ കള്ളം പറയുവന്ന്? അതെന്താ അങ്ങനെ? അവനെ കുറിച്ച് സംസാരിച്ചാലേ നീ വരത്തുള്ളൂ. അല്ല, അങ്ങനെയൊന്നുമല്ല. പിന്നെ നാട്ടിൽ എനിക്ക് മാത്രമേ അറിയുള്ളൂ വിചാരിച്ചേ. അല്ല, നിന്റെ പേരെന്താ? ആഹാ, ഇനിയിപ്പോ പേരും കൂടി പറഞ്ഞാലേ നീ വരത്തുള്ളൂ. എന്ത് വരണമെന്ന്? എങ്ങോട്ട് വരണ്ടേ? ശരി, എന്റെ ഏട്ടനെ ഞാൻ കൊണ്ടുപോയിക്കോളാം. നീ പൊക്കോ. ഞാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞില്ലേ? പോടാ. ഏട്ട സൂക്ഷിച്ച്. പേര് പറയാതാണല്ലോ പോന്നെ. പറ്റുമെങ്കിൽ കണ്ടുപിടിച്ചോ. നന്നായി കഴിക്കും മോളെ. എത്ര ദിവസം എങ്ങനെ ഇരിക്കുക? ഇവൻ ചെയ്ത പണിക്ക് ഏത് ദൈവമാണാവോ ഇവനെ ശപിച്ചിരിക്കുന്നത്? ജനിച്ച ഉടനെ കുഞ്ഞു മരിച്ചുപോയില്ലേ? അതോർത്ത് നീ വിഷമിക്കണ്ട മോളെ. കഴിക്കും മോളെ. എടാ എടാ, നീ എങ്ങോട്ടാ മോളെ? ഷൂ, ഇവൻ എന്താ ഇത്? അയ്യോ. പ്രേമം പുരോഗമിച്ചെന്ന് തോന്നുന്നു. ഒരു ലഡു ഇന്ന് കുപ്പി മുഴുവൻ ലഡുവായല്ലോ. മുത്തേ, എങ്ങനെ കണ്ടുപിടിച്ചു? ഭ്രാന്തനാണെന്നാ വിചാരിച്ചേ. കൊഴപ്പില്ല, ബുദ്ധിയുണ്ടല്ലോ. വാടി പോകാം.